ഡോക്യുമെന്റ് വരാം, നല്ല അടിപൊളി കാറായിട്ടും പോകാലോ. വെറും 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടി ഒരു വണ്ടി അല്ലേ. ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും നല്ല പൊളപ്പൻ ഓഫറുകള് വിഷു, റംസാൻ, ഈദ്, അപ്പൊ 3 ഓഫറും കൂടിയിട്ട് അതേപോലെ നമുക്ക് വെക്കേഷൻ ആണ്. വെക്കേഷൻ കൂടി നമ്മൾ മഴക്കാലം തുടങ്ങും. സോ നമുക്ക് ഒരു കാർ എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇതാണ് ഗംഭീരമായ ഓഫറാണ് നമുക്ക് ദോസ്ത് നൽകുന്നത്. അതായത് നമുക്ക് ഫുൾ ഓണിലുണ്ട്, ഇനി വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് കുറച്ച് ക്യാഷും കൂടി കൊണ്ടുപോകും. അപ്പൊ ഗംഭീരമായ ഓഫറാണ് ഇത്തവണ. അപ്പൊ ഈ ഒരു വീഡിയോ മിസ്സാക്കണ്ട. ഏകദേശം 10, 40, 50ഓളം വാഹനങ്ങളുണ്ട്. 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. സോ ഏത് സെഗ്മെന്റിലെ വാഹനങ്ങളുണ്ട്. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ, നിങ്ങൾ ഡോക്യുമെന്റ് ആയിട്ടും വരാം. അപ്പൊ നമ്മുടെ ദോസ്താണ് നമ്മുടെ കൂടെ ഉള്ളത്, ലാലു ആണ്. ലാലു, നമ്മുടെ ദോസ്തിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ അരിപ്ര സ്കൂൾ പടി, അതായത് പെരിന്തൽമണ്ണയുടെയും മലപ്പുറത്തിന്റെ ഇടയിൽ ഹൈവേ തന്നെ. ഇഷ്ടം പോലെ കാറുകൾ നമുക്കുണ്ട്, എല്ലാ സെഗ്മെന്റിലും വാഹനങ്ങളും. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ക്യാഷ് ബാക്കുള്ള വണ്ടി ആയിക്കോട്ടെ അല്ലെ. അതായത് സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കൊണ്ടാൻ പറ്റും. അത് നമുക്ക് എത്ര രൂപയാണ് നമുക്ക് ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞത്? ഇത് നമുക്കൊരു 50,000 രൂപ ഉണ്ട്. 50,000 രൂപ നമുക്ക് കൊണ്ടുപോകാം. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാ ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2019 മോഡല്. 19 അത്യാവശ്യം മോഡലും ഉണ്ട് അല്ലേ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് അല്ല. ഇത് നമുക്ക് പെട്രോൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ അല്ലെ. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്കൊരു 18 വരെ മൈലേജ് പ്രതീക്ഷിക്കാം. സിംഗിൾ ഓൺഷിപ്പില് AC പോസ്റ്ററിംഗ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, 2 ഡോർ പവർ വിൻഡോ. അപ്പൊ നല്ലൊരു ഒതുങ്ങിയ ഫാമിലി കാർ, അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 2 ലക്ഷം രൂപ കസ്റ്റമറിന് കൊടുക്കാം. ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 50,000 രൂപ ക്യാഷ് ബാക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു 3-4 അടവിനുള്ള ക്യാഷ് നമുക്ക് ആദ്യം ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് വാങ്ങാൻ പറ്റൂല. അടുത്ത വീണ്ടും ഒരു ചെറുവാഹന ഇയോൺ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഫാമിലി കാറാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങൾ, അത്യാവശ്യം മൈലേജും കിട്ടൂല. 51 ഒറ്റപ്പാലം രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 മോഡല്, സിംഗിൾ ഓണർ വണ്ടിയാണ്. 80,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. റീപ്ലേസോ ഒന്നുമില്ല. റിയറിലൊക്കെ നല്ല അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 9-inch ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. AC പോസ്റ്ററിംഗ്, 2 ഡോർ പവർ വിൻഡോ. എങ്ങനെയായിരുന്നു നമ്മുടെ ചോദ്യം? എങ്ങനെയായിരുന്നു ഇത്? നമുക്ക് ഒരു 2.35 കസ്റ്റമറിന് കൊടുക്കാം. ഏകദേശം നമുക്ക് ഫുൾ ഓണിൽ വണ്ടി ഇറക്കി. ഇതും ഫുൾ ഓണിൽ അല്ലെ. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് ആയിട്ടും വരാം, നല്ല അടിപൊളി കാറായിട്ടും പോകാലോ. അടുത്താണ് വീണ്ടും ഒരു ചെറുവാഹനം നാനോ. എങ്ങനെയായിരുന്നു നമുക്ക്? 2016 മോഡല്, സിംഗിൾ ഓണർ വണ്ടി. ടെസ്റ്റ് അല്ലായിരുന്നത്? അതെ. അപ്പൊ ഡിക്കൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ അല്ലേ. അതേപോലെ അത്യാവശ്യം ടയർ ഉണ്ട്. ഈ ടയർ ഒന്നും തീരെ യൂസ് ചെയ്തിട്ട് തന്നെ ഇല്ല എന്ന് പറയാം. അപ്പൊ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 30,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ലേഡീസിനൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം. നല്ല മൈലേജും ഉണ്ടാവും, അതേപോലെ ഓട്ടോമാറ്റിക്കും ആണ് വരുന്നത്. കിലോമീറ്റർ പറഞ്ഞത് 33,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ. സിംഗിൾ ഓണർ ഇല്ല, സോറി, തേർഡ് ഓണർ ആണ്. തേർഡ് ഓണർ ഇല്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മള് ചോദിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി കുറക്കാനൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 70,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഒരു ചെറിയ നല്ലൊരു ഫാമിലി കാർ, അത് ഓട്ടോമാറ്റിക് അല്ല. അടുത്ത ബീറ്റ്. ഇത് ഡീസൽ, അത് പെട്രോളോ? പെട്രോൾ ആണ്. 2012 കൂടുതൽ ഡിമാൻഡ് അല്ല. കാരണം അത് വളരെ മെയിൻ്റെനൻസ് കുറവാണ്. നല്ല അത്യാവശ്യം സ്പേസും, അത്യാവശ്യം നമുക്ക് പിന്നെ മൈലേജ്, അതേപോലെ അത്യാവശ്യം ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിയറിൽ വൈപ്പർ കാര്യങ്ങൾ, നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടി. ഓക്കെ, മ്യൂസിക് സിസ്റ്റം, AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മള് 1.30 ചോദിക്കുന്നത്. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് വരുത്തി കൊടുക്കും. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അടുത്ത നമുക്കൊരു കിഡിലം സ്വിഫ്റ്റ് വരുന്നുണ്ട്. റെഡ് ആണ്, ന്യൂ മോഡൽ, KL31 രജിസ്ട്രേഷൻ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2018 മോഡല്, സിംഗിൾ ഓണർ വണ്ടിയാണ്. വെറും 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി. അതെ. ഇപ്പോ നിലവില് കിടക്കുന്ന ടയർ വരെ കമ്പനി ടയറിലാണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇതുമേ ഒരു ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കമ്പനി തന്നെയാണ് മാറ്റിയത്. അപ്പൊ AC പോസ്റ്ററിംഗ്, നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ്, അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു വാഹനം അല്ലെ. ഹിസ്റ്ററി ഫുൾ അവൈലബിൾ ആണ്. 100% ഗ്യാരണ്ടി കൊടുക്കാം. അബ്രോൺ പ്രശ്നങ്ങളോ ചേസ് ബെൻഡ് ഒന്നുമില്ല. 100% ഗ്യാരണ്ടിയില്
ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം. എത്ര ലാഭം നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മള് 5,65,000 ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 5,65 നമ്മളെ ആൾക്കാരാണ് പറഞ്ഞാൽ മാക്സിമം കുറച്ച് കൊടുക്കാം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഓഫർ റേറ്റ് ആണ്, ഇനിയും കുറക്കാണ്ട്. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഏകദേശം ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ്. 50,000 രൂപക്ക് സ്വിഫ്റ്റ് കൊണ്ടുപോട്ടെ, അതും ചെറിയ കിലോമീറ്ററുടെ വണ്ടി. അടുത്തത് നല്ല പ്രീമിയം വണ്ടി, അത് നമ്മൾ ചെറിയ പൈസക്ക് Audi A4 അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2009 മോഡല്, 90,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഓക്കെ, എത്ര നമ്മളെ ചോദ്യം എന്ന് പറഞ്ഞാണെങ്കിൽ ഇത് നമുക്ക് ഏകദേശം ഒരു 6 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 6 ലക്ഷം രൂപക്ക് നല്ല സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഈ ഒരു പ്രീമിയം വണ്ടി നമുക്ക് അങ്ങ് കൊണ്ടുപോകാം അല്ലേ? ഓടി അപ്പൊ ഒരു സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 650 അല്ലേ? മാക്സിമം ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യൂല. തീർച്ചയായിട്ടും. അടുത്ത തവണ നമ്മളെ യുവാക്കളെ ഒരു കിട്ടിക്കാച്ചി വാഹനം എന്ന് പറഞ്ഞ നമ്മള് പോളോ, അതും ബ്ലാക്കിൽ അല്ലേ? ഒറിജിനൽ കേരള അല്ലേ വണ്ടി? ഒറിജിനൽ കേരള വണ്ടി, 2014 മോഡല്, ഫുൾ ഓപ്ഷൻ. അത് ടയറൊക്കെ പക്കയാണ്. കോണ്ടിനെന്റൽ നല്ല അടിപൊളി ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 ടയറും പക്കയാണ്. 4 ടയറും പക്കയാണ് അല്ലേ? ഇത് ഏതേത് ഫുൾ ഓൺ ആണ് വരുന്നത്? ഇത് ഹൈലൈൻ ആണ്. നമുക്ക് ഏകദേശം ഒരു 25,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് കസ്റ്റമറിന്. 25,000 രൂപക്ക് പോളോ കൊണ്ടുപോട്ടെ അല്ലേ? അപ്പൊ അതുകൊണ്ട് നല്ലൊരു പോളോ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ 25,000 രൂപ നമുക്ക് കൊണ്ടുപോകാം. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ ഓടിയത്. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ, ഓണർഷിപ്പ് സെക്കൻഡ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയി, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി, ഡീസൽ വണ്ടി. അടുത്ത തവണ നമുക്കൊരു ഡീസൽ 7 സീറ്റർ, നല്ല മൈലേജ് പ്ലസ് നമുക്ക് നല്ലൊരു വലിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് അത് യാത്ര ചെയ്യുകയും ചെയ്യാം. പ്ലസ് വളരെ കുറഞ്ഞ മെയിൻ്റെനൻസ് അല്ലേ? ഇതേതായിരുന്നു? ഏറ്റവും ഫുൾ ലോഡ് ആണ് വരുന്നത്. ഏറ്റവും ഫുൾ ലോഡ് ആണ്. ZDI ആണ്. 2012 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 1.5 ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് സർവീസ് ഒക്കെ ആണോ? സർവീസ് കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് സർവീസ് ആണ്, നമ്മളൊന്നും നോക്കണ്ടല്ലോ. ഇല്ല, കാരണം എന്താ വെച്ചാൽ ഓരോ പ്രോപ്പർ ആയിട്ടുള്ള 10/10 കറക്റ്റ് സർവീസ് കയറിയ വണ്ടിയാണ്. അപ്പൊ ഒരു സർവീസ് ആണ്, നമ്മള് പക്ക സർവീസ് ചെയ്ത വണ്ടിയാണ്, നമുക്ക് ഒന്നും നോക്കാനില്ല. അതിൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. അപ്പൊ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഏകദേശം ഇപ്പൊ 1.5 ഏകദേശം 10 വർഷത്തിന്റെ മേലെ, ഒന്നും കൂടുതലല്ല. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് സർവീസിന്റെ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒറിജിനൽ കേരള ഏറ്റവും ഫുള്ളോട് ഡീസൽ 7 സീറ്റർ. എത്ര ലാലോ ചോദിക്കണം? ഇത് നമ്മള് 4,25,000 രൂപയാണ് ചോദിക്കണത്. അതായത് ഒരു 800 വാങ്ങുന്ന പൈസക്ക് ഒരു 7 സീറ്റർ ഡീസൽ വണ്ടി ഫുള്ളോട് വണ്ടി കൊണ്ടുപോകാം. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതുമ്മ നമുക്ക് ഏകദേശം ഒരു 50-60 ആ ഒരു റേഞ്ച് ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാം. അതേപോലെ ഒരു ബൈക്ക് ഇറക്കണ മാതിരി വണ്ടി കൊണ്ടുപോകും ചെയ്യാം. 7 സീറ്റർ വണ്ടി. മോഡൽ വന്ന് 12. മോഡൽ 2012. അടുത്ത വീണ്ടും ഒരു പ്രീമിയം വണ്ടി. നമുക്ക് മുമ്പ് ഇവിടെ 2-4 വണ്ടി ഉണ്ടായിരുന്നു, ഒന്നും പോയില്ല. ഇപ്പൊ നമുക്ക് ഈ ഒരു വണ്ടിയാണുള്ളത്. ഇതെങ്ങനെയായിരുന്നു? ഇത് 2010 മോഡല്. 2010 മോഡല്. പണ്ടത്തെ രാജാവ് ആ ഒരു കാലഘട്ടത്തിലെ ഒരു പ്രീമിയം വണ്ടി തന്നെ പറയല്ലേ? അത് പ്രീമിയം സെഗ്മെന്റിൽ ഇറങ്ങിയ വണ്ടിയാണ്. ഇപ്പൊ ചവർലെറ്റ് ഇന്ത്യ വിട്ടതുകൊണ്ടുള്ള ഒരു ക്ഷീണാണ്. പക്ഷെ സർവീസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണല്ലോ. സർവീസ് സ്പെയറും കാര്യങ്ങളൊക്കെ ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ? 2010 മോഡല്, 4th ഓണർ ആണ് വണ്ടി. കിലോമീറ്റർ 1,25,000 കിലോമീറ്റർ. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം എല്ലാ വർക്കും കാര്യങ്ങളും കഴിഞ്ഞ് ഇപ്പൊ നിലവിലൊരു വർക്കോ കാര്യങ്ങളോ ഇല്ലാത്ത വണ്ടിയാണ്. നമ്മളെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഫയലിൽ ഒരു 2,25,000 രൂപയ്ക്ക് കസ്റ്റമറിന് കൊടുക്കാം. ശരിക്കും ഷെവർലെ വിടണമെങ്കിൽ 10ന്റെ മുകളിൽ ചോദിക്കുന്ന വണ്ടി ഉള്ളത് അതാണ് നമുക്ക് 2 രൂപയ്ക്ക് അല്ലെ? അടുത്ത തവണ നമുക്ക് ഒരു കിഡിഗാജി വണ്ടിയാണ്. 2 ഉണ്ട്. അത് ജാസ് 2 നമുക്ക് വരുന്നുണ്ട്. അതായത് ഒരു ഹാച്ച് ബാക്ക് ആണെങ്കിൽ നമ്മൾ 7 സീറ്ററിന്റെ സൗകര്യങ്ങൾ കാര്യങ്ങൾ കിട്ടും. നല്ല കാലിൽ നീട്ടിയിരുന്ന അത്യാവശ്യം സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാം. കൂടെ തന്നെ ഡീസൽ അല്ലായിരുന്നത് ഡീസലാണ്. അതായത് നമുക്ക് ലോങ്ങിൽ ഒരു 25-24 ഒക്കെ മൈലേജ് കിട്ടും ചെയ്യും. സോ ഡെയിലി ഒരു ബുള്ളറ്റ് ഒക്കെ കൊണ്ടു നടക്കുന്ന ചെലവിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു ലാലു ഇതിന്റെ ഡീറ്റെയിൽസ്? 2016 മോഡല്, സെക്കൻഡ് ഓണർ ആണ്. ഓപ്ഷൻ വരുന്നത് V ആണ്. ഓക്കെ, അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽട്ട് തന്നെ അല്ലേ? ഒരു കുറവെന്ന് പറയാൻ എന്താ ഇതിലുള്ളത്? ഒന്നുമില്ല. റിയർ വൈപ്പർ വരുന്നുണ്ട്, കമ്പനി അലോയ്സ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, ടച്ച് സ്ക്രീൻ എല്ലാം വരുന്നുണ്ട്. നമ്മള് ചോദ്യം പറഞ്ഞത് ഇത് നമ്മൾ ചോദിക്കുന്നത് 5,70,000. 5,70,000 ഒന്നുകൂടി നമുക്ക് കുറക്കാനൊക്കെ തീർച്ചയായിട്ടും. മോഡൽ വന്ന് 16 മോഡൽ 5,70,000 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ്ട്. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം? ഇത് നമുക്ക് ഏകദേശം ഒരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. ആളുകൾ കൊണ്ടുപോകട്ടെ അല്ലെ? നല്ല മൈലേജ് ഒക്കെ ഡെയിലി യൂസിന് നല്ല അടിച്ചാ പൊളിച്ച് കൊണ്ടുനടക്കാം. എക്സ്പീരിയൻസ്, അതായത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതാണ് ഒരു കളർ ചേഞ്ച്. ഇതെങ്ങനെയായിരുന്നു ലാലു? 2015 ഫുൾ ഓപ്ഷൻ ആണ്. ഇതും കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. പിന്നെ ഇത് ഒന്നുകൂടി സെയിം കളർ ചേഞ്ച് എന്ന് പറയാനേ ഉള്ളൂ.
സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി കുറച്ചുകൂടി ഒരു കെയർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണ് ഒന്നുകൂടെ അല്ലെ മറ്റിനെ അപേക്ഷിച്ച്. പിന്നെ ഈ കളർ ഒന്നുകൂടി ഒരു ഡിമാൻഡുള്ള കളറാണ് അല്ലെ. ഇത് എങ്ങനെ നമ്മള് ചോദ്യം പറഞ്ഞത്? ഇത് നമ്മള് 5,40,000 രൂപ. 5,40,000 അല്ലെ. മോഡലൊക്കെ സെയിം തന്നെ. അതെ, 15 മോഡലാണ്, ഇത് 16 മോഡൽ. ആ ഒരു മോഡലിന്റെ ഒരു 10-20 രൂപ ഡിഫറൻസ്. അതെ, നമുക്ക് ഏകദേശം 10-60 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. ഇത് നമുക്ക് ഏകദേശം ഒരു 40,000 ആ റേഞ്ച് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 40-50 ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അടുത്ത തവണ നമുക്കൊരു അൾട്രേഷൻ ഒക്കെ ചെയ്തിട്ട് നല്ലൊരു കിഡ്ലും ബൊലേറോ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2009 മോഡലാണ്. DI ആണ് ഇഞ്ചൻ വരുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെ എല്ലാതും കയറ്റിയിട്ടുണ്ട്. എല്ലാം പുതിയതാണ് അല്ലേ? കാരണം AC, പവർ സ്റ്റാറിങ്, 4 ഡോർ പവർ വിൻഡോ, അലോയ് വീൽസ് എല്ലാം പുതിയ പേപ്പറും. ഓക്കെ. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3.4 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 3.4 അല്ലേ ഫൈനൽ റേറ്റ്. അടുത്ത തവണ സെഡാൻ നോക്കുന്നവർക്ക് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി 2012 മോഡല്. കിലോമീറ്റർ 1,35,000 ഓടിയു. തേർഡ് ഓണർഷിപ്പിലാണ് നിലവില്. സർവീസ് കഴിഞ്ഞല്ലേ? സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇതിന് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റും മിറേഴ്സ് വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവർ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഡ്രൈവർ സൈഡ് മാത്രം ചെറിയൊരു അത് മാറ്റി കൊടുത്തൂടെ ഈ റേറ്റിന്? തീർച്ചയായിട്ടും. അപ്പൊ അത് നമുക്ക് ഈ ഒരു റേറ്റിൽ മാറ്റി തരും. നമുക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3.4 3.4 നമുക്ക് ചെയ്തു തരാം അല്ലെ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി. 50,000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോട്ട ആളുകളിലെ പെരുന്നാൾ ആഘോഷിക്കട്ടെ. അടുത്തതാണ് വീണ്ടും നമുക്കൊരു ചെറിയൊരു വാഹനങ്ങൾ അൾട്ടോണൂർ സോൾഡ് ആണ്. സോൾഡ് ആണ്. അതെ. പിന്നെന്തിനാ ഇവിടെ കൊണ്ടുപോയി കൊടുത്തത്? അത് നാളെ ഡെലിവറി ആണ്. അടുത്തത് എങ്ങനെ? ഇത് 2017 മോഡല് കിഡ് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വീണ്ടും വരുന്നു അല്ലേ? ടയറൊക്കെ നോക്കി നിങ്ങള് ഒന്നും നോക്കണ്ട. ഓടിയിട്ടില്ലല്ലേ ടയറിലല്ല? പുതിയ ടയറാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 മോഡല്. തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഓക്കെ. 50,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത്. ഓക്കെ. സീറ്റ് കവർ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ട് ആണ്. കാരണം നമുക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഉണ്ടല്ലോ നിങ്ങള്. ഗിയറിന് ഈ ഒരു നോബ് ഇത് ജസ്റ്റ് നമ്മൾ റിവേഴ്സ് ആക്കണമെങ്കിൽ നമ്മള് ഇതിപ്പോ ന്യൂട്രലാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മള് ഒന്ന് റിവേഴ്സ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കുക. ന്യൂട്രൽ വീണ്ടും ഇതാവണം ഡ്രൈവ്. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ട് ആയിട്ടുള്ളൊരു വാഹനമാണ്. എയർ ബാഗ് കാര്യങ്ങൾ, അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമറ അല്ലെ, ടച്ച് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ എത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഇതിന്? ഇത് 3.4 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 3.4 അല്ലേ? നമുക്ക് ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം നമുക്കൊരു 25,000-30,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ കൊടുക്കും. അപ്പൊ അതാണ് നമ്മളൊരു ഫസ്റ്റ് പാർട്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. കഴിഞ്ഞിട്ടില്ല. നല്ല അടിപൊളി ഡീസൽ കളക്ഷനും SUV-കളൊക്കെ നമുക്ക് ചെറിയ പൈസകൾ അടുത്തൊരു പാർട്ട് ഉടനെ വരും. അപ്പോൾ ദോസ്തിന്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ, അതായത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ മലപ്പുറത്തിനും പെരിന്തൽമണ്ണക്ക് നടുവിലായിട്ട് അരിപ്ര സ്കൂൾ പടിയിലാണ് നമ്മൾ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നല്ല ഓഫർ ടൈം ആണ്. മാക്സിമം നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ലാലു പറഞ്ഞിട്ടുണ്ട്. ലാലുവിനെ തന്നെ നോക്കി വെച്ചോളി, പിടിച്ചോളി, ഇപ്പം തന്നെ വിളിച്ചോളി. മാക്സിമം നമുക്ക് വില കുറച്ചിട്ട് മാക്സിമം ലോണൊക്കെ ചെയ്തു തരും. സോ അതാണോ നമുക്ക് താല്പര്യമുള്ളവർ, നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. സ്മി റിയാസ് ആൻഡ് ലാലു സൈനിങ് ഓഫ്.